കോതമംഗലം കലയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും കരോൾ ഗാന മത്സരവും സംഘടിപ്പിച്ചു. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കരോൾ ഗാന മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു. ക്രിസ്തുമസിന് ശാന്തിയുടെയും പ്രത്യാശയുടെയും സന്ദേശത്തോടൊപ്പം ദാരിദ്ര്യത്തിന്റെയും അതിജീവനത്തിന്റെയും സന്ദേശം കൂടിയുണ്ട് എന്ന് ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. കോതമംഗലം കലയുടെ ക്രിസ്മസ് നവവത്സരാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലത്തിന്റെ തനതായ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിന്, ക്രൈസ്തവ ദർശനങ്ങൾക്ക്, ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഴത്തിൽ വേരോട്ടം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. പ്രത്യേകിച്ച് സുറിയാനി ഭാഷയും പ്രത്യേകിച്ച് ഔദ്യോഗിക വിശ്വാസവും ഒക്കെ ചേർന്ന് നമ്മുടെ കോതമംഗലത്ത് വന്നിട്ടുള്ള ഒരു കൾച്ചറൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലുള്ള, ക്രൈസ്തവ പശ്ചാത്തലമുള്ള ഒരു മുന്നേറ്റം നമുക്കിവിടെ സാധ്യമായി. അതിന്റെ അലവിലികൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഈ നഗരത്തിനും ഈ നാടിനും ഈ പ്രദേശത്തിനും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എല്ലാത്തിനും അപ്പുറം ഒരു മതസൗഹാർദ്ദത്തിന്റെയും ഒരു സഹവർത്തിത്വത്തിന്റെയും ഒരു കൂട്ടായ്മയുടെയും ഒക്കെ സംസ്കാരവും കോതമംഗലത്തിന് തനതായിട്ടുള്ളതാണ്. യോഗത്തിൽ കലയുടെ പ്രസിഡന്റ് MS എൽദോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൽദോ വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. ട്രഷറർ KP പോൾ, വൈസ് പ്രസിഡന്റ് റോയി മാലിൽ, ജോയിന്റ് സെക്രട്ടറി PP മാത്യു, പ്രൊഫസർ KM കുര്യാക്കോസ്, രാജു കക്കാതുരത്തേൽ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ കരോൾ ഗാന മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുത്തവരിൽ നിന്നും വിജയികളായ 1, 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു. മീഡിയ സിസ്റ്റി കോതമംഗലം.